എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനസ് പ്രൊമോട്ടർ. നമ്മളെപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഫ്രീ റാഡിക്കൽസ്, ആൻറ്റി ഓക്സിഡൻറ്റ്സ്. എന്താണ് ഫ്രീ റാഡിക്കൽസ്, എന്താണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ്, അതിനെപ്പറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൽസും ഒരു ഫാക്ടറി പോലെ നിന്ന് വർക്ക് ചെയ്യാണ്. ഓരോ ആറ്റത്തിനും അതിനൊരു പെയറായിട്ടൊരു ഇലക്ട്രോൺ ഉണ്ടാവും. വളരെ ഹാപ്പി ആയിട്ട് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് അവർ നിന്ന് വർക്ക് ചെയ്യായിരിക്കും. ചില സമയത്ത് നമുക്ക് സ്ട്രെസ്സ് കൂടുമ്പോഴോ പൊല്യൂഷൻ വരുമ്പോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ്, ജങ്ക് ഫുഡ്സ്, കുറേയധികം മരുന്നുകൾ കഴിക്കുന്ന ശീലം, നോർമൽ മെറ്റബോളിസത്തിൻ്റെ സമയത്താണെങ്കിലും ഈ ആറ്റം അതിൻ്റെ ഒരു ഇലക്ട്രോണെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ആ ആറ്റത്തിനെ നമ്മൾ ഫ്രീ റാഡിക്കൽ എന്ന് വിളിക്കുന്നു. കാരണം അവൻ ഒരിക്കലും സ്റ്റേബിൾ അല്ല. അവന് പെയർ ഉണ്ടെങ്കിലാണ് അവൻ സ്റ്റേബിളായിട്ട് നിൽക്കുക. അപ്പോൾ അവൻ പെയർ പോയി കഴിയുമ്പോൾ അവൻ സ്റ്റേബിൾ അല്ല. ബാക്കി ആറ്റംസിലൊക്കെ ചെന്നിട്ട് ഒരു പെയറിനെ സ്റ്റീൽ ചെയ്യാൻ അല്ലെങ്കിൽ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയിട്ട് മൊത്തത്തിൽ അത് റെസ്റ്റ്ലെസ് ആയിട്ട് ആകെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിനെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽ ഉണ്ടെങ്കിൽ അത് എവിടെയൊക്കെ ചെന്നാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് അത് കുഴപ്പമുണ്ടാക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. ഈ നഷ്ടപ്പെട്ട ആറ്റം നമ്മുടെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള മോളിക്യൂൾസിനെ ചെന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കും. അതിൽ നിന്ന് ഇലക്ട്രോണിനെ വലിച്ചെടുക്കാനും നോക്കും. നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് അധികമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരം അസുഖങ്ങളിലേക്ക് നമ്മുടെ ശരീരം വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. പല ടൈപ്പ് ഓഫ് മാരക രോഗങ്ങളിലേക്ക് നമ്മുടെ ശരീരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നത് അമിതമായിട്ടാണ്. അത് നമ്മൾ ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന മലിനവായു ഉള്ളിൽ ചെല്ലുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഓവറായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ, പുകവലിക്കുമ്പോൾ, ഈ സമയത്തൊക്കെ ഈ ഒരു ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നത്. അതായത് ഒരു ഓക്സിഡേഷൻ നടക്കുകയാണ്. ഒരു ആപ്പിള് മുറിച്ച് വെച്ചാൽ എങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് അതിനകത്ത് ഒരു ബ്രൗൺ കളർ വന്ന് ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നു, അതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുമ്പോൾ ഈ ഓക്സിഡേഷൻ നടക്കുന്നത്. ശരീരത്തിലെ കോശങ്ങൾക്കും ഏജിങ് ഉണ്ടാകുന്നു. അതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബയോളജിക്കൽ ഏജും നമ്മുടെ ക്രോണോളജിക്കൽ ഏജും തമ്മിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും. അതായത് ജനിച്ച ദിവസം മുതൽ നമുക്കുണ്ടാവുന്ന ഒരു പ്രായം ആയിരിക്കില്ല നമ്മുടെ ഉള്ളിലെ ഓരോ കോശങ്ങൾക്കും. കാരണം അത് കൂടുതൽ വയസ്സാവുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും. അങ്ങനെയാണ് ഏജിങ് പ്രോസസ്സ് ഫാസ്റ്റായിട്ട് വരുന്നത്. ഈ ഓക്സിഡേഷൻ കൂടുമ്പോൾ ഏജിങ് പ്രോസസ്സ് കൂടുന്നു. അതായത് 50-60 വയസ്സിൽ വരുന്ന അസ്വസ്ഥതകളും വയ്യായകളും 20-30 വയസ്സുകളിലെ ആൾക്കാർക്ക് വരുന്നു. അതേപോലെ 20-30 വയസ്സിൽ വരുന്ന അസ്വസ്ഥതകളും വയ്യായകളും 15-18 വയസ്സുകളിൽ ആൾക്കാരിൽ കാണുന്നു. അതിൻ്റെ കാരണം അവരുടെ അവയവങ്ങൾ വയസ്സായി തുടങ്ങുന്നു, അവരുടെ കോശങ്ങൾ വയസ്സായി തുടങ്ങുന്നു. ചെറുപ്രായത്തിൽ ഹൃദ്രോഗം വരുന്നു, വളരെ ചെറുപ്രായത്തിൽ വയസ്സറിയിക്കുന്നു, അല്ലെങ്കിൽ പ്യൂബർട്ടി വളരെ നേരത്തെ ആവുന്നു. ക്രമാതീതമായി ഉണ്ടാവുന്ന ഈ ഫ്രീ റാഡിക്കൽസാണ് ഇങ്ങനെയുള്ള പല പ്രശ്നം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതിൻ്റെ കാരണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ